ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ ഗയ്യാ കോൺഷ്യസ്നെസ് എന്നുള്ള പരമ്പരയിൽ ഇന്ന് 7ാമത്തെ അധ്യായമാണ് നമ്മൾ അറിയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പരിശുദ്ധ പ്രകൃതി, സമഗ്ര അവബോധം, സ്വയം നിയന്ത്രണം, പാരസ്പര്യം തുടങ്ങിയ വിഷയങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി അല്ലെ. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മിതശ്രമത്തെ കുറിച്ചാണ്. മിതശ്രമം എന്ന ഒരു തത്വത്തെ കുറിച്ചാണ്. നമ്മളിത് ജീവന്റെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ, പ്രകൃതിയുടെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഗയ്യാ കോൺഷ്യസ്നെസ്സിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് നമ്മൾ ഇവിടെ അത് പറയുന്നു. 7ാമത്തെ നിയമം ഇതാണ്, ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്നത്. Least effort aligns us with nature's balanced flow. മിതശ്രമം, ഗയ്യാബോധത്തിന്റെ 5ാം തത്വം മിതശ്രമം അഥവാ ലഘുപാദം എന്നതാണ്. സാമാന്യബോധമുള്ള ഒരു മനുഷ്യൻ തന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന പരിശ്രമത്തെ ലഘൂകരിക്കാനുള്ള വഴികൾ കണ്ടെത്തി നടപ്പിലാക്കാറുണ്ട്. അതുപോലെ ഭൂമിയും തന്റെ പ്രവർത്തനങ്ങളെ ലഘൂകരിക്കാൻ സദാ ജാഗരൂകമായിരിക്കുന്നു. നദികളുടെ വളഞ്ഞൊഴുക്കും ചെടികളുടെ പ്രകാശ അഭിഗതിയും ഇത്തരം അനായാസ അനുയോജ്യതകളാണ്. ഊർജ വിഭവ കാല വ്യയങ്ങൾ കുറഞ്ഞ പ്രവാഹങ്ങളിലൂടെ നടപ്പിലാക്കി ഭൂമി ശക്തിയും സ്ഥിരതയും മിച്ചം വെച്ച് ഒരേ സമയം ലളിതവും ഫലപ്രദവുമായ പ്രവർത്തനം ഉറപ്പാക്കുന്നുണ്ട്. ഇങ്ങനെ പ്രകൃതി തത്വങ്ങൾ അനുസരിക്കുമ്പോൾ സ്വാഭാവികമായ ഒഴുക്കുകളെ പിന്തുണയ്ക്കുകയും പരിസരത്തോട് യുദ്ധം ചെയ്യാതിരിക്കുകയും പരിസ്ഥിതിയുടെയും സത്തയുടെയും ക്ലേശരാഹിത്യവും സുസ്ഥിരതയും ഉറപ്പാക്കുകയും ചെയ്യുന്നു. നിലനിൽപ്പ് പോരാട്ടത്തിനല്ല, പക്ഷെ നാം പരിസരത്തോട് ബുദ്ധിയോടും ആഭ്യന്തര ബോധത്തോടും ഇടപെടുന്നതിലാണ് എന്ന് മിതശ്രമത്വം ബോധ്യമാക്കുന്നു. ഈ തത്വത്തെ സ്വീകരിച്ച് സ്വാഭാവിക പ്രവാഹത്തെ അനുസരിക്കുന്നതിലൂടെ വ്യവസ്ഥയ്ക്ക് അനായാസതയും നവീകരണവും സംഭവിക്കുന്നു. ഇതിലൂടെയെല്ലാം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം തിരിച്ചുപിടിക്കുന്ന നിരീക്ഷണവും ആഹ്വാനവുമാണ് ഗയ്യാ കോൺഷ്യസ്നെസ്. ഇതാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, ഈ ബിൽഗേറ്റ്സ് ഉണ്ടല്ലോ, ബിൽഗേറ്റ്സ് എപ്പോഴും തന്റെ ജോലികൾക്ക് തെരഞ്ഞെടുക്കുക മറ്റേ മടിയന്മാരെയാണ് അത്ര. കാരണം മടിയന്മാരെപ്പോഴും ഷോർട്ട് കട്ട്സ് കണ്ടെത്തും. അപ്പൊ അവര് റിസോഴ്സ് അധികം ചെലവാക്കില്ല, ടൈം അധികം ചെലവാക്കില്ല, എനർജി അധികം ചെലവാക്കില്ല. അവര് ഷോർട്ട് കട്ട്സ് കണ്ടെത്തും. കാര്യം എന്താ? ഇതൊന്നും ചെലവാക്കിയിട്ട് കാര്യമില്ല. നേരിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില വഴികളുള്ളപ്പോൾ നമ്മളിങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യം പ്രകൃതിയിലുണ്ട്. പക്ഷെ അതിനല്പം ബുദ്ധി ഉപയോഗിക്കേണ്ടതുണ്ട്. സാമാന്യ ബോധമുള്ള ആളുകളൊക്കെ തന്നെ എങ്ങനെയാണ് ചെയ്യുക? ഈ തന്റെ പ്രവർത്തനങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കും. അങ്ങനെയാണ് നമ്മൾ പണ്ട് മുതൽ തന്നെ ഈ ചരിവ് പലക, നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച ചരിവ് പലകകൾ, ഉത്തോലകങ്ങൾ ഒക്കെ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യൻ അവന്റെ പ്രവർത്തനത്തെ ലഘൂകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ കണ്ടെത്തി നടപ്പിലാക്കും. അവനൊരു പുതിയ കാര്യം, ഒരു ചെറിയ കീറാമുട്ടി വന്നു കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നൊന്ന് ആലോചിച്ച് അതൊന്ന് കണ്ടെത്തി അത് നടപ്പിലാക്കും. ഇത് മനുഷ്യർ ചെയ്യുന്ന ഒന്നാണ്. മനുഷ്യർ ചെയ്യുന്നതിനേക്കാളും വിപുലമായ അളവിലായിരിക്കുമല്ലോ പ്രകൃതി ചെയ്യുക. കാരണം മനുഷ്യൻ അതിന്റെ ഒരു പാർട്ടാണ്. സാധാരണ മനുഷ്യന്റെ ധാരണ എന്താ? ഭൂമി മൃതമാണ്, അതിനൊന്നും ശേഷിയില്ലെന്നുള്ളതാണ്. ഇവനെയും കൂടെ പേറുന്ന ഒരു വലിയ സംവിധാനമാണ് ഭൂമി എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂമി ഇത് ചെയ്യുന്നത് കുറച്ചുകൂടെ വ്യാപ്തിയിലാണ്. ഭൂമി തന്റെ പ്രവർത്തനങ്ങൾ ലഘൂകരിക്കാൻ സദാ ജാഗരൂകമായിരിക്കുന്നു. ജാഗരൂകമാവുക എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക, വേണ്ടത് വേണ്ടപ്പോൾ മനസ്സിലാക്കിയെടുക്കുക, വേണ്ടതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു കേവല ശ്രദ്ധയിലും അധികമായിട്ടുള്ളതാണ്. ആ കേവല ശ്രദ്ധയുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഭൂമിക്ക് ഒരു ശ്രദ്ധയുണ്ടെന്ന് നമുക്കറിയില്ല. സദാ ജാഗരൂകമായിരിക്കുന്നു വെച്ചാൽ 24 മണിക്കൂർ റൗണ്ട് ദ ക്ലോക്ക് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ ശ്രദ്ധ. അപ്പോ എല്ലാ പ്രവർത്തനങ്ങളെയും ഈസി ആയിട്ട് കൊണ്ടുപോകുവാനാണ് പ്രകൃതി ശ്രമിക്കുക, ഭൂമി ശ്രമിക്കുക. ഇപ്പോ നദികളുണ്ടല്ലോ, നദി ഇങ്ങനെ പോകുന്ന സമയത്ത് നദികളൊക്കെ തന്നെ വളഞ്ഞും തിരിഞ്ഞുമാണ് ഇരിക്കുക. എന്തുകൊണ്ടാണ് ഈ വളഞ്ഞും തിരിഞ്ഞും വരുന്നത്? ആ പോകുന്ന വഴിക്ക് ചെറിയൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ ഈ തടസ്സത്തെ തള്ളി മാറ്റിയിട്ട് അങ്ങ് പോയാൽ പോരെ.
പക്ഷെ അത് ചെയ്യില്ല. തള്ളി മാറ്റി പോകാനുള്ള ബുദ്ധിമുട്ട്, അപ്പൊ ഊർജനഷ്ടം വരും. അതിന്റെ ആ മറ്റേ നിലനിൽപ്പിനെ ബാധിക്കും. അവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കും, ഇവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കും. ഈ പോകുന്ന സാധനത്തിന്റെ ഒഴുകുന്ന വെള്ളത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ആ എന്തിനെയാണ് തള്ളി മാറ്റുന്നത് അതിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ആ സുസ്ഥിരതകൾ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട്, ഊർജവ്യയം ഉണ്ടാകാതിരിക്കാനായിട്ട്, സമയം ലാഭിക്കാനായിട്ട് എന്താ ചെയ്യുക? ആ ഒരു കല്ലവിടെ ഉണ്ടെങ്കിൽ കല്ലിനെ ചുറ്റും വളഞ്ഞൊഴുകി വീണ്ടും അത് ആ വഴി പോകും. അപ്പോ അത് വളരെ വളരെ എന്താ പറയാ, ഊർജം ലാഭിക്കാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരു മെക്കാനിസമാണ്. ഇപ്പോ ഈ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നുണ്ടല്ലോ, പ്രകാശ അഭിഗതി എന്ന് പറയുന്നത്. പ്രകാശമുള്ളിടത്തേക്ക് ചെടി ഇങ്ങനെ നീണ്ടുപോകും. ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ വെള്ളമുള്ളിടത്തേക്ക് അതിന്റെ വേരുകൾ ഇങ്ങനെ പോകും. അപ്പൊ ചെടികൾക്ക് ഈ ഒരു സ്വഭാവം വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് പ്രകാശം ആവശ്യമുണ്ടെങ്കിൽ ആ പ്രകാശം കിട്ടുന്നത് വരെ, അത് കാത്തു നിൽക്കുന്നതിന് വരെ ആ ഉള്ളിടത്തേക്ക് അത് ലീൻ ചെയ്തുകൊണ്ട് ഈ സമയം ലാഭിക്കലാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ശരീരത്തെ, ജീവൽ പ്രവർത്തനത്തെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രകൃതി ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് ചെയ്യുന്നു. നമ്മൾ പറയാറുണ്ടല്ലോ, താളം കുറയുന്ന സമയത്ത് ലോജിക്കൽ കോമ്പൻസേഷൻ ഉണ്ടാക്കുന്നു. ഇത് ലീസ്റ്റ് എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇത് എല്ലാം തന്നെ എന്താ പറയാ, പരിശ്രമത്തിന്റെ അളവിനെ കുറയ്ക്കുന്നു. പരിശ്രമത്തിന്റെ അളവിനെ കുറിച്ചിട്ട് ഇവിടെയുള്ള പ്രവർത്തനത്തെ ലഘൂകരിച്ച് ഏറ്റവും ഈസി ആയ രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇത് അനായാസത എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അനായാസം ചെയ്യുന്ന, ആയാസമില്ലാതെ ചെയ്യുന്നത്. ആ അനായാസമായിട്ട് കാര്യങ്ങളുമായിട്ട് അനുയോജ്യപ്പെടുന്നതാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ലീസ്റ്റ് എഫേർട്ട് എന്നുള്ളൊരവസ്ഥ, മിതശ്രമം എന്നുള്ളൊരവസ്ഥ. ഊർജം, വിഭവം, കാലം തുടങ്ങിയവയുടെ വ്യയങ്ങളുണ്ടല്ലോ, അവയെ ചെലവാക്കുന്നത്, അത് ഏറ്റവും കുറഞ്ഞ പ്രവാഹങ്ങളിലൂടെ നടപ്പിലാക്കി ആണ് ഇത് സംഭവിക്കുന്നത്. ഈ പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പ്രകൃതിയിലെ എല്ലാം പ്രവാഹങ്ങളാണ്. ഫ്ലോ പാറ്റേണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രകൃതിയിലെ എല്ലാം പ്രവാഹങ്ങളാണ് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോ ചലനവും പ്രവാഹങ്ങളാണ്. അപ്പോ ഈ ആ പ്രവഹിക്കുന്ന സമയത്തുള്ള ഊർജം, ഒരു ചലനം സംഭവിക്കുന്നു, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, അതൊരു പ്രവാഹമാണ്. ആ സമയത്തുള്ള ഊർജം, ആ സമയത്തുള്ള എന്താ പറയാ, വിഭവം, അതിനുവേണ്ടി നമ്മൾ ചെലവാക്കുന്നത് എത്രത്തോളം വിഭവങ്ങളാണെന്നുള്ളത്, അതിനുവേണ്ടി എത്ര കാലം അല്ലെങ്കിൽ സമയം നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇവ കുറച്ച്, ഇതിനു വേണ്ടി എത്രത്തോളം ഊർജമോ വിഭവമോ കാലമോ പ്രയോഗിക്കുന്നു, ഇതിന്റെ അളവ് കുറച്ച് ഏറ്റവും കുറഞ്ഞ പ്രവാഹങ്ങളിലൂടെ നടപ്പിലാക്കി ഭൂമി ശക്തിയും സ്ഥിരതയും മിച്ചം വെച്ച് സമയം, ഒരേ സമയം ലളിതവും ഫലപ്രദവുമായ പ്രവർത്തനം ഉറപ്പാക്കുന്നു. ഇതിലൂടെ പോകുന്ന സമയത്ത് എന്താ ബാക്കിയാവുന്നത്? അതായത് നമ്മളൊരു പ്രവാഹത്തിലൂടെ പോകുന്നു, അതിൽ ഊർജം കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വിഭവങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നു, സമയം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അതിലൂടെ എന്താണ് ഉണ്ടാവുന്നത്? അവിടെ അതിനുവേണ്ടി ചിലവാക്കുന്ന ഊർജം, ഈ വിഭവങ്ങൾ, ഇതിനു വേണ്ടിയുള്ള ശക്തി, ആ ശക്തി മിച്ചം വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സുസ്ഥിരത എന്നുള്ളൊരു അവസ്ഥയുണ്ട്. സുസ്ഥിരതയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന വിഭവങ്ങൾ, അതിൽ മിച്ചം വരികയാണ് ചെയ്യുന്നത്. അപ്പോ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, അതല്ലേ ഈ മറ്റേ ടൂളുകൾ ഉപയോഗിക്കുന്ന, സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്ന ആളുകൾ. ഇപ്പൊ ചില ആളുകൾ കഷ്ണം മുറിക്കാനായിട്ട് കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പതുക്കെ 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 മുറിക്കും. വേറെ ചിലർ പുതിയ കാലത്ത് പുതിയ സാധനമുണ്ട്, ഒരു പാത്രം പോലെ സാധനം, അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് വെക്കുന്ന ഒരമർത്തമർത്തുന്നു, കഷ്ണങ്ങളെല്ലാം റെഡി, സെക്കൻഡുകൾക്കുള്ളത് റെഡി. അപ്പോ അത്തരം ടൂളുകൾ ഉപയോഗിക്കുന്നതിലൂടെ, അത്തരം ടൂളുകൾ എന്ന് വെച്ചാൽ ലഘൂകരിക്കാൻ വേണ്ടിയുള്ള ടൂളുകളാണ്, കോംപ്ലക്സിറ്റിക്ക് വേണ്ടിയുള്ള ടൂളുകളല്ല, ലഘൂകരിക്കാൻ വേണ്ടിയുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതി ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതിലൂടെ നമുക്ക് ശക്തിയും സ്ഥിരതയുമാണ് മിച്ചം വെക്കുന്നത്. അത് ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനം ഉറപ്പാക്കുന്നുണ്ട്, പ്രവർത്തനങ്ങളെ ലഘൂകരിക്കുന്നുണ്ട്, ലളിതമാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സത്യത്തിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ലഘൂകരണത്തിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? പ്രകൃതിയിലുള്ളതാണ്. ഈ ലഘൂകരണത്തിന് വേണ്ടിയുള്ള മെക്കാനിസം എന്നുള്ളത് പ്രകൃതിയിലുള്ളതാണ്. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒഴുക്കുകളുണ്ട് പ്രകൃതിയിൽ, സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കുകൾ. ആ സ്വാഭാവികമായ ഒഴുക്കുകളെ പിൻപറ്റിയാൽ മതി. ഇപ്പൊ ഈ എന്താ പറയാ, തായ്ലൻഡ് ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ കാടുകൾക്കകത്ത് മറ്റേ തേങ്ങാ കൃഷി ചെയ്യുന്ന സ്ഥലത്ത്, വാഴക്കൃഷി ചെയ്യുന്നിടത്തൊക്കെ കാടുകൾക്കകത്തൊക്കെ നിറയെ തോടുകളുണ്ട്. ആ തോടുകളിൽ കൂടെ പതുക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും.
ആ അവിടെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ അവരെ വെട്ടിയിട്ട് വെള്ളത്തിലിടുക ചെയ്യുക. കേടുവരാൻ വേണ്ടിയിട്ടല്ല, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഒഴുകി അത് എത്തേണ്ടടുത്ത് എത്തും. അവിടെ നിന്ന് സാധനം പിക്ക് ചെയ്താൽ മതി. ഇപ്പോ തടി വെട്ടുന്ന സ്ഥലത്ത് അങ്ങനെയല്ലേ ചെയ്യുക. ഇപ്പൊ ബേപ്പൂരിലേക്ക് മറ്റു തടികളൊക്കെ വരുന്നത് എങ്ങനെയാണ്? അവിടെ കാട്ടിൽ വെട്ടിയിട്ടത് ഇതിലൂടെ ഒഴുകി ചങ്ങാടം പോലെ ആക്കി വിടും. അതിങ്ങനെ ഒഴുകി ഇങ്ങനെ വരും. ഇത് ലീസ്റ്റ് എഫേർട്ടാണ്. ഇത് പ്രകൃതിയിൽ നിരന്തരം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ തേങ്ങയുടെ വിതരണത്തിലാണെങ്കിലും ശരി, തേങ്ങ എന്ന് വെച്ചാൽ ഈ തേങ്ങയുടെ മൊത്ത വിതരണം, പൊതിച്ച തേങ്ങയുടെ വിതരണം അല്ല കേട്ടോ, പ്രകൃതി നൽകുന്ന വിതരണം. അത്തരം വിതരണത്തിലൊക്കെ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ കായ്കനികളുടെ വിതരണത്തിലാണെങ്കിലും ശരി, ഈ പ്രകൃതി എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൂപ്പൻ താടിയിൽ എന്താ ചെയ്യുന്നത്? അപ്പൂപ്പൻ താടിയുടെ വിതരണം കാറ്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാറ്റതങ്ങ് കൊണ്ടുപോയിക്കോളും. ഈ അപ്പൂപ്പൻ താടിക്ക് ആ ഒരു പ്രവർത്തനം ചെയ്യേണ്ട കാര്യമില്ല. അത് തനിയെ സംഭവിക്കും. അതിനായിട്ട് കുറച്ച് ഇതളുകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ആ പരിസരത്തുള്ള ഒഴുക്കുകളോട് പൊരുത്തപ്പെടുകയും പരിസരത്തുള്ള യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ പരിസ്ഥിതിയുടെയും സത്തയുടെയും ക്ലേശരാഹിത്യവും സ്ഥിരതയും ഉറപ്പാക്കുന്നു. നമ്മൾ ആ പരിസരത്തോട് യുദ്ധം ചെയ്യുന്നില്ല. പ്രകൃതിയുടെ ഒരു ഒഴുക്കുണ്ടല്ലോ, ആ ഒഴുക്കിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രകൃതി അതിലെ ഘടകങ്ങളെ ആ ചുറ്റുപാടിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനോട് യുദ്ധം ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അനുരൂപനം ഉണ്ടാവില്ല. അനുരൂപപ്പെടുന്ന സമയത്ത് യുദ്ധം ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോ യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് അവിടുത്തെ പരിസ്ഥിതിക്ക്, സത്തയ്ക്ക്, ഇപ്പൊ ഞാൻ ഒരു വഴി കൂടെ പോകുന്ന സമയത്ത് ഞാൻ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാക്കാതെ അതിനനുസരിച്ച് ഒഴുകി പോവുകയാണെങ്കിൽ എനിക്കും പ്രശ്നമില്ല, ആ പരിസ്ഥിതിക്കും, ഞാൻ പോകുന്ന പരിസ്ഥിതിക്കും പ്രശ്നമില്ല. അതിനാണ് അപ്പോ ക്ലേശം ഉണ്ടാവില്ല, ക്ലേശരാഹിത്യം എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും. മാത്രമല്ല അവിടെ നിൽക്കുന്ന, അപ്പൊ ഞാനൊക്കെ ഒരു കാട്ടുവഴിയിൽ കൂടെ പോവുകയാണെന്ന് ഇരിക്കട്ടെ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടേ പോകുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ചെടികൾ കേടുവരും, എന്റെ മേലും കേടുവരും, എന്റെയും ചെടികളുടെയും സുസ്ഥിരത നഷ്ടമാകും. അതേസമയം ഞാൻ അതിന്റെ ഒരു ഒഴുക്കിൽ അങ്ങ് പോവുകയാണെങ്കിലോ ഞാൻ അതിനെയും കേടുവരുത്തില്ല, അത് എന്നെയും കേടുവരുത്തില്ല, ക്ലേശരഹിതമായിരിക്കും. ഈ ക്ലേശരാഹിത്യത്തിന് വേറൊരു പേരുണ്ട് കേട്ടോ, ഈശ്വരീയം. രണ്ടും ഒന്ന് തന്നെയല്ലേ? ആ ക്ലേശരഹിതമായ ഒഴുക്ക് തന്നെയല്ലേ ഇത്? ഈശ്വരീയം അങ്ങനെ തന്നെയല്ലേ നമ്മളെ കൊണ്ടുപോകുന്നത്? ചില ആളുകളുണ്ട്, ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് കടുകിടം മാറില്ല. നല്ലതാ, വൈരാഗ്യം എന്നുള്ളൊരു അവസ്ഥ നല്ലതാ. പക്ഷെ അതുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കും അവരുടെ കൂടെയുള്ളവർക്കും മൊത്തം ബുദ്ധിമുട്ടായിരിക്കും. അത് ക്ലേശമല്ല, അത് ക്ലേശത്തെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഈ ഒഴുക്കിനനുസരിച്ച് പോയിട്ടില്ലെങ്കിൽ അവിടെ ഈ അനുയോജ്യത എന്നുള്ള അവസ്ഥ, അനുരൂപനം എന്നുള്ള അവസ്ഥ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് ക്ലേശം ഉണ്ടാവും. ക്ലേശം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഊർജ്ജം ചെലവാക്കേണ്ടി വരും, സമയം ചെലവാക്കേണ്ടി വരും, വിഭവങ്ങൾ ചെലവാക്കേണ്ടി വരും. ഇപ്പൊ നിത്യജീവിതത്തിൽ ഇപ്പോ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. മിക്കവാറും നമ്മുടെ നാട്ടിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്സിന്റെ പരിപാടി ഇംപ്രവൈസ് ചെയ്യാൻ കഴിയുകയില്ല. അവർക്ക് ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിന് കൗണ്ടർ ചെയ്തിട്ട് പറയും. കൗണ്ടർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ചില ആളുകൾ ശരി എന്ന് പറഞ്ഞത് വിട്ട് ഒഴിവായി പോയി. നദി മാറി ഒഴുകുന്നത് പോലെ മാറി ഒഴുകി പോകും. പക്ഷെ ചിലർ ഒഴുകി പോകില്ല. അതിനൊരു നേരെ ഈ മറ്റേ പാറ്റൻ ടാങ്ക് കൊണ്ട് കാട്ടിന്റെ നേരെ പോകുന്നത് പോലെ ഒരു പോക്കങ്ങ് പോകും. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാനെങ്ങനെ കരുതിയിട്ടുണ്ട്, നിനക്ക് ഇങ്ങനെ അങ്ങനെ പറയാനുള്ള അവകാശം എന്താന്നൊക്കെ ചോദിച്ച് 4 ചോദ്യം ചോദിച്ച് സംഭവം യുദ്ധമായി, ഫ്രിക്ഷനായി, ക്ലേശമായി. അപ്പോ ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്ന ആ ഗയ്യയുടെ ബോധം സത്യത്തിൽ പ്രകൃതിയിൽ നടപ്പിലാക്കുന്നത്, ഇപ്പൊ നദികളെ ഒഴുക്കുന്നതിലാണെങ്കിൽ ശരി, അപ്പൂപ്പൻ താടിയെ കാറ്റിൽ പറത്തുന്നതാണെങ്കിൽ ശരി, ആ നിയമം അവിടെ നടപ്പിലാക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള ആലോചിച്ചാൽ മതി. ഗയ്യാബോധം എന്നുള്ളത് ആ തലത്തിൽ വേണമുണ്ടാവാൻ. ഭൂമിയുടെ തത്വം, ഭൂമി ഇതിനെ ലഘൂകരിച്ച് കൊണ്ടുപോകുന്ന തത്വം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? മര്യാദയ്ക്ക് കഴിക്കേണ്ട കഞ്ഞിയുടെ കൂടെ നമ്മൾ കുറെ മസാല ഇട്ടിട്ടുള്ള കറിയും കൂടെ ചേർത്ത് കഴിക്കുന്ന സമയത്ത് ഈ യുദ്ധം വായിലും ഈസോഫേഗസിലും ഭക്ഷണത്തിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോ നിലനിൽപ്പ് പോരാട്ടത്തിനല്ല. ഈ നിലനിൽപ്പ് എന്നുള്ളത് പോരാടി നേടേണ്ടതാണ്. നമ്മൾ മറ്റെന്താണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, യുദ്ധം ചെയ്ത് ജയിക്കുന്നവനാണ് നിലനിൽപ്പുള്ളത് എന്നൊക്കെ ഈ മറ്റേ കൺസ്യൂമറിസ്റ്റുകൾ പറയാറുണ്ട്. യുദ്ധം ചെയ്ത് ജയിക്കണം, അങ്ങനെയുള്ളവരാണ്, പൊരുതി നേടണം, അതിജീവിക്കണം എന്ന് പറയാറുണ്ട്. എന്തിനീ അതിജീവനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുരൂപനാണ്. അതിജീവനം എന്ന് പറയുന്നത് അനുരൂപനാണ്, അല്ലാതെ അതിജീവനം എന്നുള്ളത് പോരാട്ടമല്ല. പോരാട്ടത്തിലല്ല, പക്ഷെ നാം പരിസരത്തോട് ബുദ്ധിയോടും ആഭ്യന്തര ബോധത്തോടും ഇടപെടുന്നതിലാണ് എന്ന് മിതശ്രമത്വം ബോധ്യമാക്കുന്നു. എന്റെ പരിസരത്തോട് എന്റെ ബുദ്ധിയോടെ, വിവേകം എന്നൊരു സാധനം ഉണ്ടല്ലോ, ആ വിവേകത്തോടെ ഇടപെടണം.
ആഭ്യന്തര ബോധത്തോട്, അതായത് എന്റെ ചുറ്റും എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള മിനിമം വെളിവുണ്ടാവണം നമുക്ക്. ആ വെളിവോടുകൂടി ഇടപെടണം. അതിലാണ് മിതശ്രമത്വം എന്നുള്ളത്. അല്ലാതെ ഞാൻ എന്നുള്ള ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്ന സമയത്ത് മനുഷ്യൻ അവന്റെ നിത്യജീവിതത്തിലും പ്രകൃതിയിലുള്ള ജീവിതത്തിലും അത് തന്നെയല്ലേ ചെയ്യുന്നത്. അവന്റെ ആ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അതിനു പകരം പോരാട്ടത്തിലല്ല, ഞാൻ പോരാടി നേടുകയല്ല, ഞാൻ കൗണ്ടർ ചെയ്യുകയല്ല. എന്നോട് ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ അയാളെ എതിർത്ത് സംസാരിക്കുന്നതല്ല എന്റെ വലിപ്പം, ഞാൻ അതിനോട് അനുരൂപപ്പെടുന്നതാണ് വലിപ്പം. അവിടെ ശബ്ദം ഉണ്ടാവില്ല, ക്ലേശം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ലീസ്റ്റ് എഫേർട്ട്, ആ മിതവ്യയം ആണ് സംഭവിക്കുക. ഒന്നും ചെലവാകുന്നില്ല, മിതശ്രമമാണ് ഉണ്ടാവുക. ഇല്ലേ, നമ്മൾ നമ്മുടെ ചില കൂട്ടുകാരെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നതാണ്. അവരുടെ അടുത്ത് പോകുമ്പോൾ അവര് നമുക്ക് ഫ്രിക്ഷൻ തരില്ല, നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ ചിലർക്ക് അത് ബുദ്ധിമുട്ടാണ് കേട്ടോ. ചിലർക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇത്തിരി ഒരു സ്പൈസസ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന പോലെ ആയിരിക്കും ചിലർക്ക് അങ്ങനെയുള്ള ചില ബന്ധങ്ങളൊക്കെ. അത് അവിടെ ബന്ധപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത് ഇങ്ങനെ തോന്നും. അത് ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്താണെങ്കിലും ഈ മിതശ്രമത്വം എന്ന് പറയുന്നത് പരിസരത്തോട് യുദ്ധം ചെയ്യാതെ അനുരൂപപ്പെട്ടു പോകാനുള്ള ശേഷിയാണ്. ഇത് പ്രകൃതിക്കുണ്ട്. പ്രകൃതിയുടെ ബുദ്ധി, പ്രകൃതിയുടെ വിവേകം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളിലും അത് ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. പ്രകൃതി ഇത് രസകരമായി ക്രമീകരിച്ചു വെച്ചിട്ടുണ്ടെന്ന് നമുക്കിട്ട് മനസ്സിലാവുകയില്ല. ഈ തത്വത്തെ സ്വീകരിച്ച് സ്വാഭാവിക പ്രവാഹത്തെ അനുസരിക്കുന്നതിലൂടെ വ്യവസ്ഥയ്ക്ക് അനായാസതയും നവീകരണവും സംഭവിക്കുന്നു. നോക്കൂ, നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ട് ഈ അലോപ്പതി ആശുപത്രി പോയി എന്നിരിക്കട്ടെ, അവിടെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അസുഖം വരുന്ന സമയത്ത് സുഖക്കേടുണ്ടാവില്ലോ, ആ സുഖക്കേടിനെ അങ്ങ് നിർത്തും. അപ്പൊ നമ്മൾ പ്രകൃതി ജീവനക്കാർ പറയും, അയാൾ രോഗകാരണത്തെ അഡ്രസ് ചെയ്തില്ല, രോഗത്തെയാണ് അഡ്രസ് ചെയ്തതെന്ന് പറയും. അതുകൊണ്ട് രോഗം മാറില്ല എന്നുള്ളത്. സത്യത്തിൽ എന്താ ചെയ്യുന്നത്? അവിടെ രോഗബോധത്തെ മാറ്റി നിർത്തും, ഈസിലേക്ക് കൊണ്ടുപോകും. ആ ക്ലേശം എന്നുള്ളത് അറിയിക്കാതെ നിൽക്കും. ക്ലേശം അറിയിക്കാതെ നിൽക്കുന്ന സമയത്ത് ക്ലേശം അറിയാത്ത ഒരു പാറ്റേണിലേക്ക് ബോഡി പതുക്കെ ചലിക്കാൻ തുടങ്ങും. അപ്പോ ക്ലേശം എവിടെയാണ് ഉണ്ടായത്? മറ്റേ പ്രശ്നം കൊണ്ടാണ്. അതൊക്കെ ഒഴിവാക്കിയാൽ തീർന്നില്ല എന്ന് ശരീരത്തിന് മനസ്സിലാവും. ഡോക്ടർക്ക് മനസ്സിലാവണ്ട, മെഡിസിന് മനസ്സിലാവണ്ട, ശരീരത്തിന് മനസ്സിലാവും. ശരീരം അത് ശരിയായിക്കും. ഈ ഔഷധ പ്രയോഗത്തിലൂടെ സംഭവിക്കുന്ന ചികിത്സ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള, പ്ലാസിബോ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുക. ലീസ്റ്റ് എഫേർട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ടൂളുകൾ ഉപയോഗിക്കുന്നതിന് പ്രകൃതി ഇത്തരത്തിലൊരു ആൽഗരിതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ആൽഗരിതത്തിലൂടെ അത് സംഭവിക്കുമ്പോൾ അനായാസത ഉണ്ടാകുന്നു, ഒപ്പം നവീകരണം, പുനഃസ്ഥാപനം നടക്കുന്നു, നവീകരണം നടക്കുന്നു. പുതിയൊരു ഒരു ചിന്താപദ്ധതിയിലേക്ക്, ഒരു അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഈ അസുഖം മാറുക എന്നുള്ളത് അനുഭവമല്ലേ? ഒരാളുമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്ത് അതിനെ ഫ്രിക്ഷൻ ഇല്ലാതെ നയതന്ത്രപരമായി അതിനെ അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത് നവീകരണമല്ലേ? അത്തരത്തിലൊരു നവീകരണം സംഭവിക്കുന്നുണ്ട് ഈ ലീസ്റ്റ് എഫേർട്ടിലൂടെ. ഇതിലൂടെയെല്ലാം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം തിരിച്ചുപിടിക്കുന്ന നിരീക്ഷണവും ആഹ്വാനവുമാണ് ഗയ്യ കോൺഷ്യസ്നസ്. അപ്പോൾ ഗയ്യ കോൺഷ്യസ്നസ് പറയുന്ന ഈ ഒരു കാര്യം, ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഗയ്യ കോൺഷ്യസ്നസ് ഉണ്ടെങ്കിൽ ഭൂമി ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളെ കരുതുന്ന ഈ ഗർഭപാത്രം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അവളുടെ ആൽഗരിതം അതാണ്. അത് നിങ്ങളിലുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. പ്രകൃതി അപ്പൂപ്പൻ താടിയെ ഒഴുക്കി വിടുന്നത് പോലെ, നദികളെ വളച്ചും തിരിച്ചും കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ അത് തുടങ്ങുക. ഗയ്യ കോൺഷ്യസ്നസ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലേശം തോന്നുന്നുണ്ടെങ്കിൽ, ആ ക്ലേശത്തിന് കാരണമായതിൽ നിന്നും ഒന്ന് വഴുതി മാറും. ഒന്ന് പതുക്കെ വഴുതി മാറിട്ട് പിന്നെ ഒഴുകിയാൽ മതി. അതിനത് മാറ്റാനോ തള്ളി മാറ്റാനോ ഒന്നും നോക്കണ്ട. നമ്മുടെ ഇണയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഇണയുടെ പ്രശ്നത്തെ മുഴുവൻ പരിഹരിച്ചിട്ട് നാളെ രാവിലെ പ്രഭാതം കാണുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കണ കാര്യമാണ്. ലോകത്തുള്ളതൊക്കെ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ സമ്മതിക്കണം. എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ഇതിനെ മുഴുവൻ, ഈ പഴയൊരു ചൊല്ലുണ്ടല്ലോ, ആർക്കമഡീസ് പറഞ്ഞത്രേ, ഭൂമിക്ക് വെളിയിൽ നിൽക്കാൻ എനിക്കൊരു ഇടവും അതിന് പറ്റിയ ഒരു ഉത്തോലകം തന്നു ഞാൻ ഭൂമിയെ ഇളക്കാന്ന്. ഇത് വൃഥാഭിമാനം എന്നാണ് പറയാ അതിന്. ഞാനിതിനൊക്കെ മുഴുവൻ ഇളക്കി മറിക്കുന്നു പറയുന്ന വൃഥാഭിമാനം, സയന്റിഫിക് ടെമ്പറുള്ള ആളുകളുടെ വൃഥാഭിമാനമാണ് പറഞ്ഞത്. പറ്റില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുക. എന്നിട്ട് നമ്മൾ ഒഴുകി പോവുക, പൂപ്പന്തടിയാവുക, വളരെ ഈസി ആയിട്ടത് നടക്കും. അപ്പോ അതിനു വേണ്ടിയുള്ള ഒരു ബോധം നമുക്കുണ്ടാവുക എന്നുള്ളതും ഗയ്യ കോൺഷ്യസ്നസിന്റെ ഭാഗമാണ്. ഞാനൊരു പ്രക്ഷുബ്ധത ഉണ്ടാക്കിയാൽ ഭൂമിയിൽ ആകമാനമാണ് ആ പ്രക്ഷുബ്ധത ഉണ്ടാവുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും നമ്മുടെ പ്രവർത്തനത്തെ, നമ്മുടെ ചിന്തയെ. അപ്പൊ അത്തരത്തിൽ ലഘുവായിരിക്കാൻ
മിതശ്രമത്തിലായിരിക്കാൻ ഉള്ള ഒരു ശ്രദ്ധയിലൂടെ നിങ്ങൾക്ക് ഗയ്യ കോൺഷ്യസ്നസ് അതിനകത്ത് നിൽക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.